ശാലോം ടെലിവിഷൻ്റെ മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറയുവാൻ എനിക്കേറെ സന്തോഷമുണ്ട്. പുതുവർഷമാണിത്. നമ്മൾ ഈ പുതുവർഷത്തിൽ വീണ്ടും ഒരുമിച്ച് കാണുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പുതിയൊരു വർഷം നമുക്ക് ദൈവം നൽകി. പുതിയൊരു ഉന്മേഷത്തോടു കൂടിയിട്ട് ഈ പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം. അതുപോലെ തന്നെ ഈ വർഷം ഏവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുകയും പരസ്പരം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന പാതകൾ സുഗമമൊന്നുമല്ല, നമുക്കറിയാം. അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ടുണ്ടാവട്ടെ. കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് നമ്മൾ പുറകോട്ട് നോക്കിയിട്ട് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. പരാജയങ്ങളുണ്ടായി കാണാം, സാരമില്ല. പുതിയൊരു അവസരം ദൈവം വീണ്ടും തന്നിരിക്കുകയാണ്. പരാജയങ്ങളെല്ലാം നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പരിചിന്തനം പ്രത്യേകമായ ഒരു വിഷയത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നാണത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വളരെ രസകരമായ രണ്ട് വ്യക്തിത്വങ്ങളാണ് എസോവും യാക്കോബും, ഇസ്ഹാക്കിൻ്റെ രണ്ട് മക്കൾ. ഇതിൽ എസോവാണ് ശരിക്കും മൂത്തവൻ. പിന്നെ പുറകെയാണ് അവർ വന്നതെങ്കിലും വലിയ മൂപ്പൊന്നുമില്ല. എങ്കിൽ പോലും ഇസ്രായേലിലെ അന്നത്തെ അല്ലെങ്കിൽ ആ വംശത്തിൻ്റെ അന്നത്തെ രീതിയിൽ ഈ മൂപ്പിളമ വളരെ പ്രധാനപ്പെട്ടതാണ്. പിതാവ് മരിക്കുമ്പോൾ മൂത്തപുത്രനെയാണ് അനുഗ്രഹിച്ചു വിടുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു സംഭവമാണ് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിതാണ്. നമുക്കത് വായിക്കാം. 29 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. ഒരിക്കൽ യാക്കോബ് പായസമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എസാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിനോട് പറഞ്ഞു, ആ ചെമന്ന പായസം കുറച്ച് എനിക്കും തരിക. ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ അവന് ഏദോം എന്ന് പേരുണ്ടായി. അപ്പോൾ യാക്കോബ് പ്രതിവചിച്ചു, ആദ്യം നിൻ്റെ കടിഞ്ഞൂലവകാശം എനിക്ക് വിട്ടുതരിക. എസാവ് പറഞ്ഞു, ഞാൻ വിശന്ന് ചാകാറായി. കടിഞ്ഞൂലവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? യാക്കോബ് പറഞ്ഞു, ആദ്യം എന്നോട് ശപഥം ചെയ്യുക. എസാവ് ശപഥം ചെയ്തു. അവൻ തൻ്റെ കടിഞ്ഞൂലവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പയറുപായസവും കൊടുത്തു. തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ എസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം നിസ്സാരമായി കരുതി. ഈ അവസാനത്തെ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. എസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം വളരെ നിസ്സാരമായി കരുതി. കടിഞ്ഞൂലവകാശം അവൻ ആര് കൊടുത്തതാണ്? അത് ദൈവം കൊടുത്തതാണ്. കടിഞ്ഞൂൽ പുത്രനായിട്ട് ജനിക്കാൻ അവസരം കൊടുത്തത് ദൈവമാണ്. അത് അവൻ്റെ പിതാവോ മാതാവോ അവനും ആരുമല്ല. ദൈവം കൊടുത്ത ഒരു സ്ഥാനമാണത്, കടിഞ്ഞൂലവകാശം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എസാവ് വയലിൽ നിന്ന് മടുത്ത് വരികയാണ്. നമ്മളാണെങ്കിലും പറയല്ലേ, ഞാൻ വിശപ്പ് കൊണ്ട് പൊരിഞ്ഞ് മരിക്കാറായി. ഒരു നേരത്തെ വിശപ്പ് കൊണ്ടൊന്നും ആരും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. എസാവും അത് തന്നെ അവൻ പറയുകയാണ്, ഞാൻ വിശന്ന് ചാകാറായി. ഇനി എനിക്ക് ഈ കടിഞ്ഞൂലവകാശം കൊണ്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യവുമില്ല. അവൻ്റെ ദൃഷ്ടിയിൽ ദൈവം കൊടുത്ത ഈ മഹാദാനമായ കടിഞ്ഞൂലവകാശത്തിന് ഒരു പായസത്തിൻ്റെ വില പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവൻ പറഞ്ഞത്, ഞാൻ വിശന്ന് ചാകാറായി. ഇനി എനിക്ക് കടിഞ്ഞൂലവകാശം കൊണ്ട്
എന്താണ് പ്രയോജനമുള്ളത്? അതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത് പിന്നീട് അവൻ മനസ്സിലാക്കും. പക്ഷേ അവൻ അന്നേരം വിലപിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ദൈവം തരുന്ന നമ്മുടെ സ്ഥാനങ്ങൾ, അത് നമ്മുടെ ജന്മനാ കിട്ടുന്നതാവാം. അതിന് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് അതിൻ്റെ പിന്നിൽ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ദൈവത്തിൻ്റെ ആ കൃപ, അനുഗ്രഹം പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അതിനെ വിറ്റ് കാശാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു അല്പം പായസത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ദൈവത്തെ പോലും പണമാക്കി മാറ്റാൻ പരിശ്രമിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഇവിടെ എസവിന് പറ്റിയത് അതാണ്. അവൻ ദൈവത്തെ പോലും ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നോക്കിക്കാണാൻ, അളക്കാൻ പരിശ്രമിക്കുകയാണ്. കടിഞ്ഞൂൽ സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥാനമാണ്, ദൈവം കൊടുത്തതാണ്. അതിനെ അവൻ ഒട്ടും വില കൽപ്പിക്കാതെ നിസ്സാരമായി കരുതി പറയുകയാണ്, ഇത് കണ്ട് നീ എന്താ പ്രയോജനം എനിക്കുള്ളതൊന്നുമില്ല. അങ്ങനെ ഏതായാലും എൻ്റെ വിശപ്പ് മാറട്ടെ. പക്ഷേ ഇവൻ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെ വിശപ്പ് മാറാനായിട്ട് ഈ പായസം കുടിക്കുന്നത്? അവന് ജീവിക്കാൻ വേണ്ടിയല്ലേ? അക്കാര്യം അവൻ മറന്നുപോയി. അങ്ങനെ അവൻ ജീവിക്കാനായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവനാ കടിഞ്ഞൂലവകാശം കളയരുതായിരുന്നു. അതവൻ പിടിച്ചു വെക്കണമായിരുന്നു. ദൈവം തന്ന കടിഞ്ഞൂലവകാശം അതിനെ അനുഭവിക്കുവാനായിട്ട് ദൈവം തന്നെ വഴിയൊരുക്കും എന്നവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അത്രമാത്രം ബുദ്ധിശൂന്യനായിരുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നാൽ ഇത്തരം ബുദ്ധിശൂന്യതകൾ നമ്മൾ ധാരാളം കാണിക്കുന്നുണ്ടാകും. ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങളുണ്ട്. പലപ്പോഴും കുട്ടികളുടെ കാര്യം പറയുമ്പോൾ മാതാപിതാക്കൾ പറയും, മക്കളെ പഠിക്ക്, നന്നായിട്ട് പഠിക്കണം, കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ വില മനസ്സിലാവാറില്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവം തരുന്ന അവസരമല്ലേ നമുക്ക് പഠിക്കുവാനായിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം വൃത്തികേടുകൾ അവിടെ നടക്കുന്നത്. സമരങ്ങൾ, കല്ലേറുകൾ, റാഗിങ്, എന്തെല്ലാം കോപ്രായങ്ങളാണ്. അപ്പോൾ ദൈവം തരുന്ന നമ്മുടെ അവസരങ്ങളെ, നമുക്ക് തരുന്ന അവസരങ്ങളെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുകയാണ്. ഈ യെസോവിന് നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ്. യെസോവിന് കടിഞ്ഞൂലവകാശം നഷ്ടപ്പെട്ടു. പിന്നെ അവനെ തിരിച്ചു പിടിക്കാൻ പറ്റുകയല്ലോ. ആദ്യം തന്നെ അവനെക്കൊണ്ട് യാക്കോബ് ചെയ്യിക്കുന്നൊരു കാര്യമുണ്ട്, നീ ശപഥം ചെയ്യണം. എന്ത്? നിൻ്റെ കടിഞ്ഞൂലവകാശം എനിക്ക് തന്നു എന്ന്, വിറ്റു എന്ന്, എങ്കിലേ ഞാൻ പായസം തരികയുള്ളൂ. അവനത് ചെയ്തു. യാതൊരു മനസാക്ഷിക്കടിയും കൂടാതെ യെസോവ് ശപഥം ചെയ്തു, എനിക്ക് വേണ്ട, നീ എടുത്തോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് പായസം കുടിച്ച് നല്ല സുഖകരമായ ഒരു ഉറക്കത്തിലേക്ക് വേണേൽ പോകാവന്. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതമാനം അപ്പോൾ ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ കേൾക്കുന്ന മക്കൾക്ക്, പ്രത്യേകിച്ച് ഹൈസ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക്, അതിലേറെ എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ള പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന മക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ദൈവം തരുന്ന വലിയ അവസരമാണ്, കടിഞ്ഞൂലവകാശമാണ് പഠിക്കുവാനായിട്ടുള്ളത്. എല്ലാവർക്കും ഒന്നും അത് കിട്ടിയിട്ടില്ല. ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ ആയിരങ്ങളാണ് ഇങ്ങനെയൊരു അവസരം കിട്ടാതെ വിഷമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദൈവം ഈ അവസരം തന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ വിനിയോഗിക്കാൻ കടപ്പെട്ടവരാണ്. അതിനെ നമ്മൾ നിസ്സാരമായിട്ട് തള്ളരുത്. ഈ അടുത്ത കാലത്ത് റാഗിങ്ങിൻ്റെ പേരിൽ കോളേജിൽ നടക്കുന്ന പേക്കൂത്തുകൾ എനിക്കിന്നും അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നെ ഒരുപക്ഷെ കോളേജിൽ പഠിക്കുന്ന മക്കൾ കേൾക്കുന്നുണ്ടാവാം. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എന്തിനാണ് നമ്മൾ ഈ റാഗിങ് നടത്തുന്നത്? നമ്മളെ വിട്ടിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, നമ്മുടെ സഹപാഠികളെ നന്നാക്കാനല്ലല്ലോ. മാത്രമല്ല, അവരെ നന്നാക്കാനായിട്ട് ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് കോളേജിലെ അധികൃതർക്കാണ്. അപ്പോൾ നമ്മളുടെ ദൗത്യം എന്താണ്? നന്നായി പഠിക്കുക, നമ്മുടെ മാതാപിതാക്കന്മാരോടും നമ്മുടെ അധ്യാപകരോടുമൊക്കെയുള്ള
നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുക, നമ്മളോട് തന്നെയുള്ള ഉത്തരവാദിത്വം നിറവേറ്റുക. അങ്ങനെ നമുക്കൊരു ഭാവി കെട്ടിപ്പടുക്കുക. അതിനു വേണ്ടിയിട്ടല്ല നമ്മളെയൊക്കെ ഈ പഠനത്തിനായിട്ട് കോളേജിലേക്ക് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ റാഗിങ്ങിൻ്റെ പേരിൽ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്ന് തന്നെയല്ല, ഈ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഈ യെശോവ ചെയ്തതിനേക്കാളും ബുദ്ധിശൂന്യമായ കാര്യമല്ലേ? യെശോവ പിന്നെ വിശപ്പിന് ഒരു ഭക്ഷണം വാങ്ങിക്കഴിച്ചു. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത്രയും അധികം പണമെല്ലാം മുടക്കി ഈ അവസരം വാങ്ങി തന്ന മാതാപിതാക്കൾ അവരുടെ ആ മനോഭാവത്തെയോ സ്നേഹത്തെയോ പരിഗണനയോ അതിനൊന്നും യാതൊരു പരിഗണനയും കൊടുക്കാതെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെന്ന് പെടുകയല്ലേ ചെയ്യുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ ബുദ്ധിശൂന്യത ചിന്തിച്ച് നോക്കുക. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ റാഗിങ്ങിന് വിധേയരാകുന്ന കുട്ടികൾ അവരും ഏതെങ്കിലുമൊക്കെ മാതാപിതാക്കളുടെ മക്കളല്ലേ? അവർക്കും വലിയ അവകാശങ്ങൾ. എന്താ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത്? വളരെ ക്രൂരമായ രീതിയിൽ അവരെ ഉപദ്രവിക്കുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, മാനസികമായ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നത്? ആ കുട്ടികൾ പഠനം ഉപേക്ഷിച്ച് പോകുന്നു. അങ്ങനെ എത്രയോ പേര് പോകുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം അത് ഇപ്രകാരമുള്ള റാഗിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരേറ്റെടുക്കണ്ടേ? അപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്രകാരമുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ആഘാതങ്ങളേറ്റ് പ്രയാസപ്പെടുന്ന അനേകം പേരുടെ ആ പ്രയാസത്തിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കാതെ നിവൃത്തിയില്ല. അത് ശരിയാണെന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളും പഠിക്കുന്നില്ല, അവരും പഠിക്കുന്നില്ല. ഇതിൻ്റെ പേരിൽ കോളേജിൻ്റെ അധികൃതർ അനുഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും എന്താണ്? ഇങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചാൽ കോളേജിലുള്ളവർ എന്ത് ചെയ്യണം? നിയമമൊക്കെ ഉണ്ട്. പക്ഷേ നിയമം അനുസരിച്ച് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും. ചിലപ്പോൾ കോളേജ് അടിച്ചു തകർക്കുക. നമ്മൾ ചിന്തിച്ച് നോക്കുക, എത്രയോ കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോളേജ്. നമുക്കവിടെ അനീതി ഉണ്ടെങ്കിൽ ആ അനീതിയെ നേരിടേണ്ട രീതി അതാണോ? നമുക്കിവിടെ നിയമ സംവിധാനങ്ങളില്ലേ? നിങ്ങൾ ഓരോരുത്തരും ആ നിയമ സംവിധാനങ്ങളെയല്ലേ സമീപിക്കേണ്ടത്? അല്ലാതെ നമ്മൾ വെറുതെ അടിച്ചു തകർത്തിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? കുറേ കഴിയുമ്പോൾ അവർ ആ കോളേജ് ചിലപ്പോൾ അടച്ചു പൂട്ടി പോയെന്ന് വരും. കുറേ നഷ്ടം അവർക്ക് വരും. പക്ഷേ അതിലേറെ നഷ്ടം ആർക്ക് വരും? ഈ നാട്ടിലെ കുട്ടികൾക്കുണ്ടാകും. നമ്മളിത് മറന്നു പോകുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചിലപ്പോൾ ഈ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഈ വ്യവസായ സ്ഥാപനങ്ങളുടെ വലിയൊരു ശവപ്പറമ്പ് തന്നെ കാണാം. അനേകം വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം ഏതാണ്ട് കംപ്ലീറ്റായിട്ട് പൂർണ്ണമായിട്ടും പൂട്ടി പോയി കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? നിരന്തരമുള്ള സമരങ്ങൾ. നമുക്കറിയാം, ഏതൊരു സ്ഥാപനവും ശാന്തമായിട്ട് നടന്നെങ്കിലേ അവിടെ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. ഉൽപ്പാദനം നടന്നെങ്കിലേ വസ്തുക്കൾ വിറ്റ് വീണ്ടും പണമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. വസ്തുക്കൾ വിൽക്കാനുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ആ രീതിയിൽ അവ ഉൽപ്പാദിപ്പിക്കപ്പെട്ടെങ്കിലേ പിന്നെയും ആ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എങ്കിലേ അവിടെ ജോലിക്കാർക്ക് ജോലി കിട്ടുകയുള്ളൂ. ഈ വസ്തുത നമ്മൾ മറന്നിട്ട് നമുക്കെന്താ സംഭവിക്കുന്നത്? പലപ്പോഴും ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ കുൽസിത ശക്തികളുണ്ടാകും. അത് രാഷ്ട്രീയമായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം, മതപരമായിരിക്കാം, എന്തുമാകാം. അതിൻ്റെ എല്ലാം പിന്നാലെ പോയിട്ട് നമ്മളൊരു ബുദ്ധിശൂന്യമായ പ്രവൃത്തിയിലൂടെ കടന്നു പോവുകയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് അതിനെല്ലാം പൂട്ടിച്ച് അവസാനം അത് നടത്തുന്നവരും നമ്മളും വഴിയാധാരമാകുന്നു. ഈ നമ്മുടെ കേരളം, എന്നെ കേൾക്കുന്നവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എനിക്കറിയാം. ഒരുപക്ഷെ അമേരിക്കയിൽ, യൂറോപ്പിൽ അതുപോലെയുള്ള രാജ്യങ്ങളിലിരിക്കുന്നവർ ചിന്തിച്ച് നോക്കുക, നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത്? ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയില്ലായിരുന്നോ? ഇവിടെ നല്ല ബുദ്ധിയുള്ളവരില്ലേ? നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോയതും അവിടെയൊക്കെ പോയി നല്ല ജോലി കിട്ടിയതും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ്, അതൊരു പക്ഷേ മനുഷ്യ വിഭവശേഷിയാകാം, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ വിഭവശേഷിയാകാം. ഇവിടെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ്, പ്രകൃതിദത്തമായിട്ടുള്ള വിഭവശേഷിയാകാം, എന്തുമാകാം. അതെല്ലാം നമുക്ക് ധാരാളമില്ലേ? എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യും? അമേരിക്കയ്ക്കും യൂറോപ്പിനും ഓസ്ട്രേലിയയ്ക്കും പോകേണ്ടി വന്നു. കാരണം ആ വിഭവശേഷി ഇവിടെ ശരിയാവണ്ണം ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സന്ദർഭമില്ല, അല്ലെങ്കിൽ അവസരമില്ല, അന്തരീക്ഷമില്ല. കാരണം ഇവിടെയുള്ളവരുടെ മനോഭാവം തന്നെ
നമ്മൾ ചിന്തിച്ച് നോക്കുക, നമുക്ക് നല്ല ഒന്നാന്തരം ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളാണ് കേരളം. ഭാരതത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സ്ഥലം. ഇഷ്ടംപോലെ മഴ, ഇഷ്ടംപോലെ നദികൾ, വെള്ളത്തിനൊരു പഞ്ഞവുമില്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇവിടെ ഇതൊന്നും ഉപയോഗിച്ച് ഒരു വ്യവസായം വരുന്നില്ല. എത്രയോ നല്ല ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിട്ടുള്ള യുവതീ യുവാക്കന്മാർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ അതുപോലെ എല്ലാ തരത്തിലും നല്ല വിദഗ്ധരായിട്ടുള്ളവർ. പക്ഷെ ഇവർക്കൊന്നും ഇവിടെ ജോലിയില്ല. കാരണം എന്താണ്? ഇവിടെ ജോലി കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങളുണ്ടാകണം. ഈ സ്ഥാപനങ്ങളുണ്ടാവാനായിട്ട് നമ്മൾ സമ്മതിക്കുകയില്ല. നമ്മളപ്പോൾ സമരമുണ്ടാക്കും, അതിനെ പൂട്ടിച്ച് അടങ്ങുകയുള്ളൂ. ഈ SO ചെയ്തത് തന്നെയല്ലേ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്? ദൈവം നമുക്ക് തന്നതല്ലേ ഇതെല്ലാം? പ്രകൃതി വിഭവങ്ങളും മഴയും നദികളും എല്ലാം, നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ വയനാട്ടിലാണ് എൻ്റെ ആസ്ഥാനം. ഈ വയനാട് നല്ല മനോഹരമായ സ്ഥലമാണ്. തേയിലത്തോട്ടങ്ങൾ, കൊച്ചു കൊച്ചു കുന്നുകൾ, നല്ല തണുത്ത, എപ്പോഴും ഒരു 18-നും ഒരു 25-നും ഇടയിലുള്ള ചൂട് നിലനിൽക്കുന്ന നല്ല ഒരു മിതോഷ്ണ പ്രദേശമാണ്. ടൂറിസത്തിന് പറ്റിയ സ്ഥലം, അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പറ്റിയ സ്ഥലം, ഗവേഷണങ്ങൾ നടത്താൻ പറ്റിയ സ്ഥലം. പക്ഷെ ഇതൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? ഈ SO ചെയ്തതുപോലെ തന്നെ നമ്മളിതിനെയെല്ലാം വിറ്റ് കാശാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം തന്നതിന് ശരിയാവണ്ണം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. നമുക്ക് ദൈവം തന്ന പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണ്ടേ? അത് സംരക്ഷിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നീട് നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ കൃഷിക്കുള്ള നല്ല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. ഈ വയനാടിൻ്റെ തൊട്ടതിർത്തിയിലാണ് ഗുണ്ടൽപേട്ട എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു ചെറിയൊരു സ്ഥലം. എന്തുമാത്രം കൃഷികളാണ് അവരവിടെ ചെയ്യുന്നത്! പച്ചക്കറികൾ, പൂക്കൾ. ഒരു 10-20 കിലോമീറ്റർ വണ്ടി പിടിച്ച് അങ്ങ് പോയാൽ ഈ കൃഷികളെല്ലാം കാണാം. അവരെല്ലാ ദിവസവും ഇവിടെയുള്ള കച്ചവടക്കാർ എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിർത്തി കടന്ന് അപ്പുറത്ത് ചെന്ന് ഈ കൃഷിഭൂമികളിൽ നിന്ന്, കൃഷിസ്ഥലത്ത് നിന്ന് ഇതെല്ലാം വാങ്ങി ഇപ്പുറത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. വലിയ വില കൊടുത്തിട്ടാണ് നമ്മുടെ ആളുകൾ ഇത് വാങ്ങുന്നത്. നമുക്ക് കിട്ടിയ കടിഞ്ഞൂലവകാശം എന്തേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നു? ഇവിടെയും ക്യാബേജും തക്കാളിയും കോളിഫ്ലവറും ക്യാരറ്റും ബീറ്റ്റൂട്ടും എല്ലാം നന്നായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ആ SOവിനെ പറ്റി മണ്ടത്തരമാണ് പറ്റുന്നത്. തൊട്ടപ്പുറത്ത് ഇതൊന്നുമില്ല, അവിടെ വെള്ളമില്ല, വളത്തിനൊക്കെ വില കൂടുതലാണ്, മഴയില്ല. അതൊക്കെയാണെങ്കിലും ആ കർഷകർ അതെല്ലാം ഉപയോഗിക്കുന്നു. ഈ യാക്കോബിനെ പോലെ ബുദ്ധിമാന്മാർ അങ്ങനെയാണ് ചെയ്യുക. ദൈവം തരുന്ന ചെറിയ അവസരങ്ങളായിരിക്കാം, പക്ഷേ അതിനെ വളരെ ബുദ്ധിപൂർവമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ജീവിക്കാനുള്ള മാർഗമുണ്ടാകുന്നു. ഇന്നിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്രയോ ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലിയെടുക്കുന്നുണ്ട്. കൃഷിസ്ഥലങ്ങളിൽ, കൺസ്ട്രക്ഷൻ മേഖലയിൽ, കടകളിൽ, ബാർബർ ഷോപ്പുകളിൽ, വർക്ക്ഷോപ്പുകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ എന്നുവേണ്ട എവിടെയും. ഈ അടുത്ത ദിവസം ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി, ബംഗാളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ നെല്ല് കൊയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇടയ്ക്ക് എവിടെയോ ഞാൻ കണ്ടു, ബംഗാളികളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അവർ ബിസിനസ് കാർഡൊക്കെ അടിച്ച് കൊടുത്തിരിക്കുകയാണ്. ബംഗാളി കൊയ്ത്ത് സംഘം അങ്ങനെയാണ്ട് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവരെ സമീപിച്ചാൽ മതി, ഇഷ്ടംപോലെ കൊയ്ത്തുകാരെ കിട്ടും. നമുക്കെന്തത് ചെയ്യാൻ പറ്റാത്തത്? ഈ SOവിൻ്റെ പണിയാണ് നമ്മളെടുക്കുന്നതേ. നിസ്സാരമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവം തന്ന കടിഞ്ഞൂലവകാശത്തെ വിറ്റ് കാശാക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ പിന്നീട് പരാതി പറഞ്ഞ് നടക്കുകയാണ്. പിന്നെ നമ്മളോട് പറയും എന്താണ്, എല്ലാം നമ്മളിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയാണ്. ആര്? അന്യ സംസ്ഥാന തൊഴിലാളികൾ. എത്രയോ ലക്ഷങ്ങൾ, കോടികളാണ് അവരിവിടുന്ന് അവരുടെ നാട്ടിൽ കൊണ്ടുപോകുന്നത്. അവർ വെറുതെ കൊണ്ടുപോകുന്നതല്ല, അധ്വാനിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. യാക്കോബ് പിടിച്ചു മേടിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? SOവിൻ്റെ കടിഞ്ഞൂലവകാശം ഇല്ല. യാക്കോബ് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ യാക്കോബ് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചപ്പോൾ കേവലം ഒരൊറ്റ സന്ദർഭത്തിൽ സംഭവിച്ച കാര്യം മാത്രമല്ല, ഈ കടിഞ്ഞൂലവകാശവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യാക്കോബിന് കിട്ടി. അക്കാര്യത്തെക്കുറിച്ച്
ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പിന്നീട് വരുന്ന ഒരു കാര്യമുണ്ട്. 27-ാം അധ്യായം 36 മുതൽ ഉള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസഹാക്ക് തൻ്റെ മക്കളെ മരിക്കാറായപ്പോൾ തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന രംഗമാണത്. അങ്ങനെ യാക്കോബ് എസോവിൻ്റെ കടിഞ്ഞൂലവകാശം മേടിച്ചു. പിന്നീട് കടിഞ്ഞൂൽ പുത്രന് കിട്ടേണ്ടതായിട്ടുള്ള അനുഗ്രഹവും മേടിച്ചെടുക്കുകയാണ്. അങ്ങനെ മേടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് വേണ്ട വരുന്ന എസോവ് വന്നിട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു ഭാഗമാണിത്. ഇസഹാക്ക്, അവരുടെ പിതാവ് പറയുകയാണ്, ഇസഹാക്ക് പറഞ്ഞു, നിൻ്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ച് നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തു. എസാവ് പറഞ്ഞു, വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? 2 തവണ അവൻ എന്നെ ചതിച്ചു. കടിഞ്ഞൂലവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി. ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു വരം പോലും നീക്കിവെച്ചില്ലേ? സാധിക്കുമോ അത്? നമ്മൾ അവസരം പാഴാക്കിയിട്ട്, ആവശ്യത്തിനുള്ള മഴ കിട്ടിയിട്ട് ഒരു തുള്ളി പോലും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാതെ പിന്നീട് വെള്ളമില്ലാതായപ്പോൾ, ദൈവമേ ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? പഠിക്കാനായിട്ട് അവസരം തന്നിട്ട്, ദൈവമേ എനിക്ക് ഒരു ജോലി കിട്ടുന്നില്ല, നീ എവിടെയെങ്കിലും ഒന്ന് തരണം, അല്ലെ റെക്കമെൻഡേഷൻ. കൃഷി, നമ്മൾ ഈ വെള്ളവും പ്രകൃതി വിഭവങ്ങളും എല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിന് പകരം വേറെന്തൊക്കെയോ ചെയ്തു. എന്നിട്ട് പറയുകയാണ്, കൃഷിയിൽ നിന്നൊന്നും കിട്ടുന്നില്ല, ആദായം കിട്ടുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം തരുന്ന വലിയ അടയാളങ്ങളാണിതെല്ലാം. ഈ കടിഞ്ഞൂലവകാശം പോലെയുള്ളത് നമ്മൾ വിറ്റുതുലയ്ക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. നമ്മൾ തിരിച്ചറിയണം, ദൈവം തരുന്ന ഈ കടിഞ്ഞൂലവകാശം പോലെയുള്ളവയുടെ വില എത്രയെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദൈവം അത് നമുക്ക് തരുമ്പോൾ അതിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഈ ഇസഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ വന്നപ്പോൾ ആരുടെ കയ്യിലായിരുന്നു കടിഞ്ഞൂലവകാശം? അവനത് കിട്ടാൻ അവകാശമുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരുപക്ഷെ ഇസഹാക്ക് അതവന് കൊടുക്കുമായിരുന്നു, നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെയാണ് നടന്നത്. ഇസഹാക്ക് യാക്കോബിനെയാണ് അനുഗ്രഹിക്കുന്നത്. യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞ് എസോവ് വന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്, അപ്പാ എന്തെങ്കിലും ഒരെണ്ണം എനിക്കും. പക്ഷേ അപ്പൻ പിന്നെ പറയുന്നത് എന്താണ്? വളരെ രസകരമാണത്. എസോവ് ചോദിക്കുകയാണ് ദുഃഖത്തോടു കൂടി, എൻ്റെ പിതാവേ, ഒറ്റ വരമേ അങ്ങയുടെ പക്കലുള്ളോ? എന്നെയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞവൻ പൊട്ടിക്കരഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒന്ന് മനസ്സിൽ കണ്ടു നോക്കാം നിങ്ങൾ ആ ചിത്രം. യാക്കോബ് ഇങ്ങനെ നല്ല മിടുക്കനായിട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് പോവുകയാണ്. എസോവ് എന്നിട്ട് കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്, ചേട്ടനാ. അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, ആകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയിൽ നിന്നും നീ അകന്നിരിക്കും. ദൈവമേ, ഇതാണോ എസോവിന് കിട്ടുന്ന അനുഗ്രഹം? ആകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയിൽ നിന്നും നീ അകന്നിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ നിരസിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതിക്ക് പോലും നമ്മളോടൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് ചേർന്ന് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അത് ഇസ്ഹാക്കിനെ അല്ലെങ്കിൽ യസോവിനെ ശപിക്കുന്നതൊന്നുമല്ല, പക്ഷേ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. വാളുകൊണ്ട് നീ ജീവിക്കും, നിൻ്റെ സഹോദരന് നീ ദാസ്യവൃത്തി ചെയ്യും. എന്നാൽ സ്വതന്ത്രനാകുമ്പോൾ ആ നുകം നീ തകർത്ത് കളയും. ശരിയാണ്, ഒരു അനുഗ്രഹം കൊടുത്തു എങ്കിൽ പോലും യാക്കോബിന് കൊടുത്തതുപോലെ പൂർണ്ണ ഹൃദയത്തോടുകൂടി കൊടുത്തതല്ലത്. പ്രിയമുള്ളവരെ, ദൈവം തരുന്ന കടിഞ്ഞൂൽ അവകാശം അത് കളഞ്ഞാൽ നമ്മൾ ഇപ്രകാരം ആകാശത്തെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയിൽ നിന്നും അകന്നിരിക്കുമെന്നുള്ള വസ്തുത മറക്കാതിരിക്കുക. ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മുടെ നാട്ടിലെ കാർഷികമായിട്ടുള്ള ഈ ഇടിവുകൾ, അതിൻ്റെ എല്ലാം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള റാഗിങ്ങുകൾ, ഇതെല്ലാം തൊഴിലില്ലായ്മ, ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇതല്ലേ? നമ്മുടെ കടിഞ്ഞൂലവകാശം നമ്മൾ വിറ്റ് തുലച്ചില്ലേ? അങ്ങനെ നമ്മൾ ആകാശത്തെ മഞ്ഞിൽ നിന്നും അതുപോലെ തന്നെ ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയിൽ നിന്നും അകന്നുപോയി എന്നുള്ള വസ്തുത ഓർക്കുക. അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും കടിഞ്ഞൂലവകാശത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അനുഭവിക്കാനായിട്ട് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ, ഇസഹാക്കിലൂടെ നീ കൊടുത്ത അനുഗ്രഹം പോലെ, യാക്കോബിന് കൊടുത്ത അനുഗ്രഹം പോലെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശാവിനെ പോലെ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന പിതാവേ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഒരു വരമെങ്കിലും കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ഞങ്ങളുടെ കടിഞ്ഞൂലവകാശം, ഈ പ്രകൃതിയിൽ നീ നൽകിയ വിഭവങ്ങളെല്ലാം ഞങ്ങളൊരു പരിധിവരെ നഷ്ടപ്പെടുത്തി. എങ്കിലും പിതാവേ, ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തിന്മകൾ പുറത്ത് വീണ്ടും നേരായ മാർഗത്തിലൂടെ ചരിച്ച് ആകാശത്തെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വരുന്ന തലമുറകളെയും അങ്ങയുടെ വലതുകരം തൊട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ.